ഹായ്, ഹലോ ഗേസ്. ഞാനിപ്പോൾ നമ്മുടെ ഗ്യാപ്പ് റോഡിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡിൽ, നല്ല കിടിലൻ സീനിക് വ്യൂ ഒക്കെ ആയിട്ടുള്ള കിണ്ണങ്കാച്ച് റോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഗ്യാപ്പ് റോഡിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ക്യാമറ വെച്ചാലും അടിപൊളി വിഷ്വൽസ് ആണ്. പോവാണെങ്കിൽ കിണ്ണം വ്യൂ ആയിരിക്കും കേട്ടോ. രണ്ട് സൈഡിലും ഭയങ്കര ഹൈറ്റിൽ യൂക്കാലി മരങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക കേട്ടോ. പൊന്നെ നൈസ് വ്യൂ അല്ലേ. അപ്പോൾ നമ്മളെ ഗ്യാപ്പ് റോഡിലേക്ക് അങ്ങ് പോവാണേ. അപ്പോൾ ഈ യാത്ര അടിപൊളിയാക്കി എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. എല്ലാവരും റെഡി അല്ലേ? ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 85, അതായത് മൂന്നാർ മധുരൈ നാഷണൽ ഹൈവേ ആണ് ഗ്യാപ്പ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. പണ്ട് ഇത്രയും വീതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയ നാരോ പാസേജ് ആയിട്ട് കിടന്ന ഒരു റോഡായിരുന്നു. അങ്ങനെ ഇട്ട പേരാണ് ഈ ഗ്യാപ്പ് റോഡ്. ആ പേര് തന്നെയാണ് ഇപ്പോഴും ഈ റോഡിനുള്ളത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിൽ പോകുമ്പോഴത്തേക്കേ കാണുന്ന ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് സിഗ്നൽ പോയിന്റ് കേട്ടോ. ഇതാണ് സിഗ്നൽ പോയിന്റ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ, ഈ സ്ഥലത്തൊന്ന് ഈ വ്യൂ പോയിന്റിലെ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് വ്യൂ ആസ്വദിക്കാം. നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന്. ഇത് നോക്കിയേ, എൻ്റെ പൊന്നെ നൈസ് വ്യൂ അല്ലേ. എത്ര മനോഹരമായിട്ടാണ് നോക്കുക. അത് ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എല്ലാം ഒരേ ലെവലിലാണ് കേട്ടോ. റെഗുലറായിട്ട് ഇവിടെ തേയില കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാൻ വലിയ പാടാണ്. നൈസ് വ്യൂ ആണ്. ഇവിടെ നമ്മൾ ഗ്യാപ്പ് റോഡിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഭയങ്കര ഹൈറ്റിൽ യൂക്കാലി മരങ്ങൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്, എങ്കിൽ കൂടിയും തീരെയും ചൂടില്ല കേട്ടോ. ചൂടൊട്ടുമില്ല. വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ ടോൾ പ്ലാസ ടോള് പിരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ രണ്ട് സൈഡിലും ടോയ്ലറ്റൊക്കെ ഉണ്ട്. ആ സൈഡിൽ അത് ഓപ്പൺ അല്ല, പക്ഷെ ഇടത്തെ സൈഡിൽ കാണുന്ന ടോയ്ലറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ നമ്മൾ കാണുന്ന എസ്റ്റേറ്റിൻ്റെ പേര് ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് എന്നാണ് കേട്ടോ. ഈ എസ്റ്റേറ്റ് കാണുക എന്ന് തന്നെയാണ് ഈ ഒരു റോഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കുമുള്ള ഏറ്റവും പ്രധാന കാര്യം. ഈ എസ്റ്റേറ്റിലെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും കിട്ടുന്നത് കേട്ടോ. ഗൈസ്, നിങ്ങൾ ഗ്യാപ്പ് റോഡ് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും വ്യൂ പോയിന്റ്സ് ആണ് കണ്ടോ. എവിടെ ക്യാമറ വെച്ചാലും അടിപൊളി വിഷ്വൽസ് ആണ്, സിനിമാറ്റിക് വിഷ്വൽസ് ആണ് കണ്ടോ. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടില്ലേ, ഞാൻ കാണിച്ച ആ വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള പാർക്കിംഗ് കണ്ടോ നിങ്ങൾ. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങുന്നതും ഫോട്ടോ എടുക്കുന്നതും. ഇതുണ്ട് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് സിപ്പ് ലൈനൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി. അതേപോലെ തന്നെ കരിക്കോ അല്ലെങ്കിൽ ഭക്ഷണമോ ഡ്രിങ്ക്സൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. ഇവിടെ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളും ഈ സ്ഥലം മാക്സിമം എൻജോയ് ചെയ്യാൻ എടുക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്. സൺഡേ ആണ് ഞാൻ വന്നിരിക്കുന്നത്. സൺഡേ നല്ല ടൂറിസ്റ്റ് ഉണ്ട്, കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഈ വളവ് തിരിഞ്ഞു വരുമ്പോഴത്തേക്കുള്ള ഒരു ആംബിയൻസ്
ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് അല്ലേ. ആഹാ, നല്ല തണുത്ത കാറ്റ്, അടിപൊളി റോഡ്. രണ്ട് വശങ്ങളിലും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന അതിമനോഹരമായ കാഴ്ച. ഈ റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 2 വീലറിൽ ഇതിലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. 2 വീലറിലൂടെ ഇതിലെ പോകുന്നത് മറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും മികച്ചൊരു അനുഭവമാണ് നൽകുന്നത്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം കാറ്റുണ്ട്, വണ്ടിയുടെ സൗണ്ടും ഉണ്ട്. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടൊന്നും പറയാനൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ച് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അതേ ഫീൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, സോളറായിട്ടാണ്. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മുടെ ആശയങ്ങൾ കൺവേ ചെയ്യാനെന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂസാണ്. വണ്ടി നിർത്തി ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കളെ ഈ വ്യൂ പോയിൻ്റൊക്കെ നോക്കിയേ, അസാധ്യമായ കാഴ്ചകളാണ്. അസാധ്യമെന്ന് വെച്ചാൽ അൺബിലീവബിളായ കാഴ്ചകളാണ് ഈ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ കേസ് നിങ്ങൾ ഗ്യാപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നാർ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്നു കേട്ടോ. ഡബിൾ ഡെക്കർ ബസ്, മൂന്നാറിലെ ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. അപ്പം നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും 1-2 സർവീസ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് മിക്ക യൂട്യൂബുമായി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സിലെ യാത്രയൊന്ന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഗായ്സ്, നമ്മളിപ്പോൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ വ്യൂ പോയിന്റ് കാഴ്ച. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ വന്നപ്പോഴത്തേക്കേ ഒരു സംഭവം കണ്ടു, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. റീൽസ് മേക്കിംഗ് പോയിന്റ് ആണ്, റീൽസ് മേക്കിംഗ് പോയിന്റ് കണ്ടോ. 50 രൂപ കൊടുത്താൽ മതി. 50 റീൽസ് മേക്കിംഗ് പോയിന്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു കൊടുത്തേച്ചാൽ മതി, അവരത് സെലക്ട് ചെയ്ത് ബ്ലൂടൂത്ത് സ്പീക്കർ വഴി നിങ്ങൾ കേൾപ്പിക്കണ്ട. ഒരു ഫാമിലി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന ഒപ്പീനിയൻസ് ആണ്. കൊള്ളാം അല്ലേ ഗൈസ്? നമ്മളിനി ചെന്നെടുക്കാൻ പോകുന്നത്, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിലെ വേറൊരു അതിമനോഹരമായ വിഷ്വൽസിലേക്കാണ്. പെരിയ കനാൽ വാട്ടർഫാൾ, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കനാൽ വാട്ടർഫാൾ നിങ്ങൾക്ക് സൈൻ ബോർഡൊക്കെ കാണാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, 2 സൈഡിലും വണ്ടിയൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു
നല്ല വ്യൂ പോയിന്റ് ആണ്, പാർക്കിംഗ് ഏരിയ ആണ്, ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഏരിയ ആണ്. വെള്ളച്ചാട്ടത്തിൻ്റെ കിടിലം വിഷ്വൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് വെള്ളച്ചാട്ടം ഉണ്ടോ. അങ്ങനെ ഞാൻ ലക്കി ലൊക്കേഷനിൽ എത്തിയിരിക്കും കേട്ടോ. ലക്കി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10,000 അടുത്ത് ഫോളോവേഴ്സും 2 million വ്യൂസും നിന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. ആ സ്പോട്ട് കാണിക്കാം. ഇതാണ് കേട്ടോ ആ സ്പോട്ട്. ഓ മൈ ഗോഡ്, ഇത് നോക്കിക്കേ, പ്രൈവറ്റ് പ്രോപ്പർട്ടി, നോ ത്രൂ ഫെയർ അല്ലേ. ഷടാ, ഇതിങ്ങനെ ആയിപ്പോയാ. ഇതിലേ ആയിരുന്നു ഗേസ് ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത്. ഇതുണ്ടോ, ഇതിലേ പോയിട്ടത് ആനയിറങ്കൽ ഡാമിൻ്റെ വ്യൂ ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആയിരുന്നു ഞാൻ എടുത്ത് 2 പോസ്റ്റിൽ ഇട്ടത്. അതാണ് കയറി ക്ലിക്കായത് കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഏതായാലും വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെ ഇപ്പോഴും. ഗൈസ്, ഇതിവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ട കാഴ്ച ഉണ്ട്. എൻ്റെ പൊന്നളിയാ, പോഷയുടെ 2 കാർ, GT. വാവ്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത. നമ്മളിത് പൂപ്പാറയിലേക്ക് പോകാട്ടോ. പൂപ്പാറയിൽ നിന്ന് പെട്രോൾ അടിക്കാനുണ്ട്. ഇപ്പം ഞാൻ മൂന്നാറിൽ അടിച്ചില്ല. അപ്പോൾ പൂപ്പാറയിലും പമ്പുണ്ട്. അപ്പോൾ പമ്പിൽ അവിടെ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. അഥവാ ഇൻ കേസ് നിങ്ങളും മൂന്നാറിൽ നിന്ന് പെട്രോൾ അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പോകുന്ന വഴിക്കെല്ലാം പെട്രോൾ അടിക്കാമെന്ന് വിചാരിക്കുവാണെങ്കിൽ പൂപ്പാറയിൽ നിന്ന് പെട്രോൾ അടിക്കാം കേട്ടോ. ഇടത്തെ സൈഡിലെ കാഴ്ചകൾ രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട്. നിങ്ങൾ കാണുന്ന ആ സൂര്യപ്രകാശത്തിന് ഒട്ടും ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. റൈഡേഴ്സിന്റെ ഒക്കെ സ്വപ്ന ഭൂമിയാണ്, സ്വപ്ന പാതയാണ്, കിണ്ണം കാച്ച് റൂട്ടാണ് റൈഡേഴ്സിന്റെ. എന്തുമാത്രം റൈഡേഴ്സ് ആണെന്ന് അറിയാമോ ഇതിലേക്കൂടെ പോകുന്നത്. അപ്പം ടീ സെയിൽസ് ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. അപ്പം നിങ്ങൾക്ക് നല്ല അടിപൊളി തേയിലയൊക്കെ ഇവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഏത് വണ്ടി ഇതിലേക്കൂടെ പോയാലും കാണാൻ പ്രത്യേക ഒരു ചന്തമാണ്. ഇതാണ് കേട്ടോ ബോട്ടിംഗ് പോയിന്റ്, ആനയിറക്കൽ ബോട്ടിംഗ് പോയിന്റ് ഇതാണ് കേട്ടോ. വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എലിഫന്റ് വാലി, ദ ഹെഡ് പാർക്ക്. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. പൗർണമീരവ് പനി വീടും കാട് ഒത്തയടി പാത ഉൻ കൂടെ പൊടി നട. ഇത് പോതും എനക്ക്, ഇത് പോതുമേ, വേറെന്ന വേണോ നീ പോതുമേ. ഇത് പോതും എനക്ക്, ഇത് പോതുമേ. ഏലത്തോട്ടങ്ങളായി സൈഡിൽ വരുമ്പോഴത്തേക്കും തേയിലകളുടെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി ഏലത്തോട്ടങ്ങൾ കാണാവോ. മുകളിൽ കാണുന്ന എല്ലാം ഏലത്തോട്ടങ്ങളാട്ടോ. അതിൻ്റെ നടുക്കിരിക്കുന്ന ആ മരങ്ങൾ, വാവ്, അമേസിങ്, അടിപൊളി കാഴ്ചകൾ. അപ്പൊ മക്കളെ, നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാണ്. ഇവിടുത്തെ തൊഴിലാളികൾ പണിയെല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി കേട്ടോ. ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആവശ്യമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട്. ഹോട്ടലിനൊന്നും പഞ്ഞമില്ല, ഏലത്തോട്ടങ്ങളാണ് എല്ലാ സൈഡിലും. അങ്ങനെ നമ്മള് പൂപ്പാറ ടൗണിലെത്തിയിരിക്കുക കേട്ടോ. പൂപ്പാറയിൽ നിന്ന് പുറപ്പെടുന്ന KSRTC കിടപ്പുണ്ട്, തിരുവനന്തപുരം അടിമാലി പൂപ്പാറ. ഓ, നെക്സ്റ്റ് ജേർണി. അപ്പൊ ഞാൻ ഇവിടുന്ന് തേക്കടി റൂട്ടിലേക്കാണ് പോകുന്നത്. ഈ റൈറ്റ് കിടക്കുന്ന റൂട്ട് ഉണ്ടോ, അതുവഴി തേക്കടി റൂട്ടിൽ ഞാൻ
മടങ്ങി പോകുകയാണ് മക്കളെ. ഗൈസ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യാപ്പ് റോഡ് കിട്ടലല്ലായിരുന്നോ, അടിപൊളിയല്ലായിരുന്നു. അപ്പം നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ ഈ റൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളി റൂട്ടാണ്, കിടിലം വ്യൂ ആണ്, നൈസ് ആംബിയൻസ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.